എല്ലാവർക്കും നമസ്കാരം. യുക്തിവാദ പഠന കേന്ദ്രം എനിക്ക് കൂടുതൽ അവസരങ്ങൾ തന്നിട്ടുണ്ട്. വീണ്ടും ഒരവസരം തന്നിരിക്കുകയാണ്. വളരെ നന്ദി അതിൻ്റെ പ്രവർത്തകരോട്. ഇന്ന് നമുക്ക് മനുഷ്യപരിണാമം, അതൊരു പുസ്തകമാണെന്ന് കരുതുക, അതിൽ നിന്ന് ഒരു പേജ് എടുത്ത് കുറച്ചു നേരം സംസാരിക്കാം. അതാണ് ആരാണ്, എന്താണ് ഞാൻ എന്നുള്ളത്. നമ്മുടെ പരിണാമ ചരിത്രത്തിലെ ഒരു പേജ് മാത്രമേ ഉള്ളൂ. അത്ര നേരം നമുക്ക് സംസാരിക്കാനുള്ള സമയമേ ഉള്ളൂ. കൂടുതൽ പിന്നീട് നോക്കാം. അപ്പൊ നമുക്ക് ആരാണ് എന്താണെന്ന് നോക്കാം. ആരാണ് എന്താണ് ഞാൻ? ഈ അനുഭവം ഉണ്ടല്ലോ, ആരാണ് എന്താണെന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ഇവിടെ മുന്നിലിരിക്കുന്ന എല്ലാവരും ഓരോ ഞാന്മാരാണ്. ഞാനും ഒരു ഞാനാണ്. എന്താണ് ഞാൻ? ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ബോധമുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഏത് സമയത്തായാലും ഇങ്ങനെ ഒരു മിന്നായം പോലെ എനിക്ക് ചിന്ത വരാറുണ്ട്. എന്താണ് ഞാൻ എന്നുള്ള ഒരു ചോദ്യം. അതിൽ നിന്നാണ് എൻ്റെ അന്വേഷണത്തിലുള്ള പ്രചോദനം. ഉത്തരം നമുക്ക് പരിണാമം തരുന്നുണ്ട്. പരിണാമശാസ്ത്രം തന്നെ തരും. അപ്പൊ നമുക്ക് നോക്കാം. പക്ഷെ ഈ ചോദ്യം ഞാനോ നമ്മളോ അല്ല ഇത് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. ഇത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മുൻകാല മനുഷ്യര് ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആരാണ് എന്താണ് ഞാൻ എന്നുള്ളത്. അതിന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് ഉത്തരങ്ങളുണ്ട്. അതൊന്ന് ആദ്യം നോക്കിയിട്ട് നമുക്ക് നമ്മുടെ തലയോട്ടിയിലേക്ക് ഒന്ന് തലച്ചോറിലേക്ക് കടക്കാം. അതാണ് അതിന്റെ രീതി. ഇതാണ് ഞാനെന്ന് പറഞ്ഞതാണ് നമ്മുടെ അസ്തിത്വ ബോധം. അസ്തിത്വം എന്ന വാക്കിനർത്ഥം ഉണ്ട് എന്ന അവസ്ഥ. ബോധം അത് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ അസ്തിത്വ ബോധം. പിന്നെ ഞാൻ എന്ന ബോധം നമ്മുടെ അനുഭവം, ഞാൻ ഉണ്ട് എന്നുള്ള അവസ്ഥ. പിന്നെ അഹംബോധം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, നമ്മളെല്ലാം ഞാൻ നടത്താം. അപ്പൊ ഈ ബോധം നമുക്കുണ്ട്. എന്താണിത് സംഗതി? ആദ്യം മതം പറഞ്ഞ ഉത്തരങ്ങളിലേക്ക് കിടക്കാം. മതം ഇങ്ങനെ പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു, ഇപ്പോഴും ഇത് തന്നെയാണ് അവരുടെ ഉത്തരം. അത് സൂക്ഷ്മ ശരീരമാണ്. പിന്നെ ഞാൻ ദൈവാംശമാണ്, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ അവർ പറഞ്ഞു തരും. അതായത് ഈ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞത് നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ സ്ഥൂലമായ ശരീരമാണ്. സ്ഥൂല ശരീരം. അതിനുള്ളിൽ ഒരു അതിസൂക്ഷ്മമായ ഒരു ശരീരം ഉണ്ടത്രേ. അങ്ങനെയാണ്, ഉണ്ടെന്നല്ല, അത് മതത്തിന്റെ വിശദീകരണമാണ്. അതൊന്ന്. പിന്നെ ഞാൻ ദൈവാംശമാണ്. കാരണം ഞാൻ ദൈവമാണല്ലോ എന്നെ സൃഷ്ടിക്കുന്നത്. മതത്തിന്റെ കാഴ്ചപ്പാടിൽ കൂടെയാണ് പറയുന്നത് ദൈവമാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആ ഭാഗം നമ്മിലുണ്ട്. അങ്ങനെ ദൈവാംശം വരുന്നു. കാരണം വിശ്വാസത്തിന്റെ ആ മുന്നോട്ട് പോക്കിന് ഈ ദൈവാംശം എന്നുള്ള സാധനം അത്യാവശ്യമാണ്. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ഭൂമിയിൽ ജീവിക്കാൻ വിടുന്നു. അതിനുശേഷം നമ്മോട് ജീവിക്കുന്നു, മരിക്കുമ്പോൾ ഞാൻ പുറത്തേക്ക് വരുന്നു, പോകുന്നു. അതവിടെ അങ്ങരുടെ അടുത്തെത്തുന്നു. അവിടെ വിചാരണ ചെയ്യുന്നു നമ്മളെ. അതായത് ദൈവത്തിന്റെ അടുത്തെത്തുന്നു, നമ്മളെ വിചാരണ ചെയ്യുന്നു. ഞാൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 72 ഹൂറികളെ കിട്ടും. ഒരു ടോക്കൺ തന്ന് പൊക്കോ, അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് വിടും. അതല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ തെറ്റാണ്, തിന്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം പറയും, അപ്പുറത്ത് ഞാനൊരു ഉരുളിയിൽ എണ്ണ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, പോയി ചാടിക്കോ എന്നും പറയും. അതായത് ഇവിടെ എന്തിനും, ഹൂറികളെ കിട്ടുന്നതിനും എണ്ണയിൽ ചാടുന്നതിനും ഒരു ഞാൻ വേണം. അതാണ് മതത്തിന്റെ ആ നിലനിൽപ്പിൽ തന്നെ കിടക്കുന്നത്. കാരണം അത് ഈ ഞാൻ എന്ന സാധനം അവർ അന്വേഷിച്ചില്ലെങ്കിൽ ഈ മതം തന്നെ രൂപപ്പെടാൻ വളരെ പ്രയാസമാണ്, വരില്ല. അതുപോലെ മറ്റൊരു വിശദീകരണമാണ് അഹം ബ്രഹ്മാസ്മി. ഇന്ത്യയിലെ തത്വചിന്തകന്മാരുടെ അവർ കിടന്ന് വിളയാടി നടന്ന ഒരു മേഖലയാണിത്, ഈ ഞാൻ എന്നുള്ള സാധനം. അതില് നമ്മുടെ ബൃഹദാരോപനിഷത്തിലുള്ള ഒരു മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ ഞാൻ ബ്രഹ്മമാണെന്ന് അർത്ഥം. ഒരു 2000, 3000, 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലത്ത് ഇന്ത്യയിലെ ഒരു പ്രദേശത്ത് മാത്രമുള്ള മനുഷ്യർ സൃഷ്ടിച്ചെടുത്ത ഒരു വിശ്വാസമാണ് ഈ ബ്രഹ്മം എന്നുള്ളത്. അത് ലോകത്തിന് മൊത്തമുള്ളതല്ല, ഇന്ത്യയിലെ മൊത്തമുള്ളതല്ല, ഒരു പ്രദേശം മാത്രം. എല്ലാ ദൈവങ്ങളും വിശ്വാസങ്ങളും അങ്ങനെ തന്നെ വരുന്നത്. അതിൽ നിന്നും അവരുടെ വിശ്വാസപ്രകാരം അത് ബ്രഹ്മത്തിന്റെ, അവർ സൃഷ്ടിച്ചെടുത്ത ബ്രഹ്മത്തിന്റെ ഭാഗമാണ് തങ്ങൾ എന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് അഹം ബ്രഹ്മാസ്മി വരുന്നത്. ഇതൊക്കെ
മതത്തിന്റെ വിശദീകരണങ്ങളാണ്. എന്നാലും മതം ഇപ്പോഴും നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വസ്തുതകൾ മനസ്സിലാക്കാൻ നമുക്ക് മുന്നിൽ വളരെ തടസ്സമാണ് മതം. അത് നോക്കുക, മനുഷ്യന്റെ ദൈവം സൃഷ്ടിച്ചു. ഇന്ന് കാണുന്ന അതേ രൂപത്തിൽ 1350 ഗ്രാം തലച്ചോറുമായി മസ്തിഷ്കം. നമുക്ക് 1350 ഗ്രാം മസ്തിഷ്കമുണ്ട്. നമ്മുടെ പോയിന്റ് ഇവിടെയാണ്. അതായത് ദൈവം ഒരു പിണ്ണാക്കം സൃഷ്ടിച്ചിട്ടില്ല. BC 4004 സൃഷ്ടിച്ചു എന്നുള്ളത് വെറും വിശ്വാസം മാത്രമാണ്. അതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്നവരെ, കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നവരെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ഈ ഇന്നത്തെ രൂപത്തിൽ സൃഷ്ടിക്കുമ്പോൾ 1350 ഗ്രാം മസ്തിഷ്കവുമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ള വിഡ്ഢിത്തരം. അതൊരു പമ്പര വിഡ്ഢിത്തരമാണ്. മനുഷ്യൻ ഇന്നത്തെ എന്റെയും നിങ്ങളുടെയും തലയൊട്ടിക്കുള്ളിൽ കാണുന്ന 1350 ഗ്രാം മസ്തിഷ്കവുമായിട്ട് നമ്മൾ നേരിട്ട് ഇവിടെ വന്നവരല്ല, മറിച്ച് അത് പടിപടിയായി ഇന്നത്തെ നിലയിലേക്ക് ഉയർന്നു വന്നതാണ്. ഇതാണ് അതിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം. ഞാൻ വരുന്നത് ഈ പറഞ്ഞ കാര്യത്തിലാണ്. നമ്മളതിലേക്ക് കൂടുതൽ കടക്കുകയാണ്. ഇവിടെ ഒരു അതിപ്രധാനമായ ഒരു സംഗതി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. നാം ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിൽ 2025 ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരിക്കലും ഭൂതകാലത്ത് പോയി ജീവിക്കാൻ പറ്റില്ല. കാരണം ഭൂതകാലം കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് ഭാവി കാലത്ത് പോയി ജീവിക്കാൻ പറ്റില്ല. കാരണം അത് വരാനിരിക്കുന്നേ ഉള്ളൂ. അത് വരുമ്പോഴേക്കും നമ്മൾ പോവും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാലം മാത്രമാണ്. നാം ജീവിക്കുന്നത് വർത്തമാനകാലത്തിലാണ്. അപ്പൊ ഈ കാലത്ത് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ധാരാളം അറിവുകൾ നാം തന്നെ നിർമ്മിക്കുന്ന അറിവുകൾ. ആ അറിവിന്റെ ഫലമാണ് ഈ കാണുന്ന ലാപ്പും ഈ മൈക്കും ഇതെല്ലാം നാം നിർമ്മിച്ചതാണ്. മറ്റൊരു ജീവിക്ക് സാധിക്കാത്ത ഈ പ്രക്രിയ നാം നിർമ്മിച്ചതാണ്. അപ്പോ ഈ അറിവുകൾ നാം സ്വീകരിച്ച് സാംശീകരിക്കുമ്പോഴാണ് നാം ഇന്നത്തെ മനുഷ്യരാകുന്നത്. ഓർക്കുക, നാം ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകൾ ഭൂതകാലം മനുഷ്യർക്കുള്ളതല്ല. അത് അവര് പോയി. ഭാവി കാലം മനുഷ്യർക്കുള്ളതല്ല. അവരിനി വരാതിരിക്കുന്നുള്ളൂ. അവർ വരുമ്പോൾ അവർക്ക് വേണ്ട അറിവ് അവരുണ്ടായിക്കോളും. സംഗതി മർമ്മം കെടുക്കുന്ന ഇവിടെയാണ്. നാം ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകൾ നമുക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ സംശീകരിക്കുമ്പോഴാണ് നാം ഇന്നത്തെ ആധുനിക മനുഷ്യരാകുന്നത്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ അങ്ങനെ ഇന്നത്തെ അറിവുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭൂതകാല അറിവുകൾ നമ്മെ കയറി പിരിക്കും. ആ ഭൂതകാല അറിവുകളാണ് ദൈവം, മതം, പിശാച്, സ്വർഗം, നരകം എന്നൊക്കെ പറഞ്ഞ ആ സംഗതികൾ. അത് ഭൂതകാല മനുഷ്യർ അവരുടെ വർത്തമാനകാലത്ത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുൽപ്പാദിപ്പിച്ചതാണത്. നമ്മൾ ആ മനുഷ്യരുടെ ശാരീരിക തുടർച്ചകളാണ്. അവരുടെ ജീനുകൾ തന്നെയാണ് നമുക്കുള്ളത്. പക്ഷെ സാംസ്കാരികമായി നമ്മൾ മറ്റൊരു ഉയരത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് അവരെക്കാൾ ഉയർന്ന തരത്തിലുള്ള അറിവുണ്ട്. അതുകൊണ്ട് ആ ഭൂതകാലത്തെ ചീഞ്ഞളിഞ്ഞ അറിവുകൾ നമുക്ക് വേണ്ട. ഞാനത് ചവിട്ടിക്കുട്ടി തോട്ടിലെറിയുന്നു. നിങ്ങൾ എപ്രകാരം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ നമുക്ക് വേണ്ടി നാം ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളിൽ മർമ്മപ്രധാനമായ ഒന്നാണ് പരിണാമശാസ്ത്രം. ഈ അത് കുറെ ശാസ്ത്രശാഖകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു മഹാസാഗരമാണത്. അതിൽ നിന്ന് ഒരു കുമ്പിളാണ് നമ്മളിവിടെ എടുക്കുന്നത്. അത്രേ ഉള്ളൂ. അതിലേക്ക് കടക്കാം. ഇതാ, നമ്മൾ പരിണാമത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രശ്നത്തിലേക്ക് നമ്മൾ വരികയാണ്. മനുഷ്യൻ ഓങ്ക്രീം ഐസ്ക്രീം സ്വാഹ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതൊന്നുമല്ല. അത് പരിണാമം തന്നെയാണ്. 400 കോടി വർഷമായി ഭൂമിയിൽ നടക്കുന്ന പരിണാമത്തിന്റെ ആ പ്രക്രിയയിൽ തന്നെ കഴിഞ്ഞ 70 ലക്ഷം വർഷം തൊട്ട് ആരംഭിക്കുന്ന ഇതാണ് മനുഷ്യന്റെ പരിണാമശാഖ. അതാണ് ചിമ്പൻസിയും മനുഷ്യനാണത്. ചിമ്പൻസിയും മനുഷ്യനും തമ്മിൽ ജീൻ തലത്തിൽ 98% ഒന്നാണ്, തുല്യമാണ്. അതിന്റെ കാരണം നമ്മൾ രണ്ട് ജീവികളും ഒരേ പൊതുപൂർവിക പരമ്പരയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത് കാരണമാണ് ഇത്രയും ജീൻ തലത്തിലുള്ള സാമ്യം നമുക്കുള്ളത്. 98% ഉണ്ട്. വെറും 1.5% ജീൻ ആണ് നമുക്ക് മാറ്റമുള്ളത്. ആ 1.5% ജീനിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മസ്തിഷ്കത്തിലെ സെറിബ്രത്തിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ജീനുകളാണ്. അതിലേക്ക് വരാം. ആ സംഗതി ഇതാണ്. നമ്മൾ പരിണാമത്തിലൂടെ രൂപപ്പെട്ടു വന്നതിന്റെ ഏറ്റവും പ്രകടമായ സാന്നിധ്യമാണ് കാണുന്നത്. 70 ലക്ഷം വർഷം തൊട്ടാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ 70 ലക്ഷം വർഷം തൊട്ട് തുടങ്ങി കഴിഞ്ഞ 24 ലക്ഷം വർഷം വരെയുള്ള ഒരു 46 ലക്ഷം വർഷക്കാലത്തോളം നമ്മുടെ മസ്തിഷ്കത്തിന്റെ അളവ് വെറും ചിമ്പൻസി തലം, അതായത് ഒരു 360 ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
24 ലക്ഷം വർഷത്തിന് ശേഷം നമ്മുടെ സെർബ്രത്തിൽ, അത് ഇവിടെ അവിടെ പ്രവർത്തിക്കുന്ന കുറച്ച് ജീനുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരട്ടിച്ചു വന്നു. അതിന്റെ ഫലമായി സാവധാനത്തിൽ മസ്തിഷ്കം പെരുകാൻ തുടങ്ങി, വർദ്ധിക്കാൻ തുടങ്ങി. അതായത് ആ ജീനുകൾ, കൂടുതൽ ജീനുകൾ വന്നപ്പോൾ ആ ജീനുകൾ അവയുടെ പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അതായത് നമ്മുടെ ന്യൂറോൺസ് പെരുകാൻ തുടങ്ങി. അങ്ങനെയാണ് മസ്തിഷ്കം പടിപടിയായി വികസിച്ചു വരുന്നത്. ഒറ്റയടിക്ക് ഒന്നും സംഭവിച്ചില്ല. ആ തുടർച്ചയിൽ നോക്കുമ്പോൾ ചിമ്പൻസിയുടെ മസ്തിഷ്കമാണ് ആ കാണുന്നത്, ചെറുത്. അതിന്റെ 3 ഇരട്ടിയുണ്ട് മനുഷ്യന്റെ മസ്തിഷ്കം. സംഭവം ഇങ്ങനെയാണ് നടന്നത്. ഈ പറഞ്ഞ 24 ലക്ഷം വർഷം തൊട്ട് നടന്ന ജീനുകളിൽ വന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രക്രിയ നടന്നിട്ടുള്ളത്. ഇങ്ങനെ ചിമ്പൻസിയുടെ 360 ഗ്രാമിൽ നിന്ന് മനുഷ്യന്റെ 1350 ഗ്രാമിലേക്കുള്ള ആ വികാസത്തിനിടയിലാണ് മനുഷ്യനിൽ ഞാൻ എന്ന ബോധം വികസിക്കുന്നത്, ഉണരുന്നത്, ഉയരുന്നത്. ഓർക്കുക, നാം ഇന്നത്തെ മനുഷ്യൻ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന നാം അല്ല ആദ്യമായി മനുഷ്യന്റെ ചരിത്രത്തിൽ ഈ ഞാൻ എന്ന അസ്തിത്വ ബോധമുള്ള മനുഷ്യരായി രൂപം കൊണ്ടത്. നാം അതിൽ വളരെ പിൽക്കാലത്തുള്ള ഒരു ജീവവിഭാഗം മാത്രമാണ്. അതിന് അനേകം പൂർവികരുണ്ട്, അവരാണ് സംഭവിക്കുന്നത്. ഇനി അതിന്റെ മരണപ്രധാനമായ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചിത്രത്തിൽ കാണുന്നതാണ് മനുഷ്യ മസ്തിഷ്കം. അതായത് ഈ സെറിബ്രം, മസ്തിഷ്കത്തിന്റെ ഉപരിഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. അല്പം ഈ മസ്തിഷ്കത്തെ കുറിച്ച് നമ്മൾ ഇനിയും മനസ്സിലാക്കണം. നമ്മൾ യുക്തിവാദികളും പുരോഗമനക്കാരും ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ആധുനികമായ അറിവുകളെ പരിചയപ്പെടണം. അപ്പൊ കുറച്ച് സങ്കീർണമായ വിഷയമാണ് മസ്തിഷ്കം. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് മനസ്സിലാക്കി വെക്കണം. എന്നെങ്കിലും നമുക്ക് നമ്മുടെ യുക്തിവാദ പ്രവർത്തനങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുള്ളൂ എന്നും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വരാം. നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ്. അതായത് സെറിബ്രം എന്ന് പറയുന്ന എല്ലാ സസ്തനികൾക്കും ഉണ്ട് ഈ സാധനം. പക്ഷെ മനുഷ്യനിൽ ഈ സെറിബ്രം കഴിഞ്ഞ 24 ലക്ഷം വർഷത്തിന് ശേഷം പടിപടിയായി വികസിച്ച് വന്നപ്പോൾ ഇന്ന് കാണുന്ന ഈ അവസ്ഥയാണ്. അതിൽ ആ ചൊളിവുകളും വളവുകളും പൊഴിവുകളും ഒക്കെ കാണുന്ന മൊത്തം ആ ഭാഗം ഉണ്ടല്ലോ, അതിനെ നമ്മൾ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയും. ഈ സെറിബ്രൽ കോർട്ടെക്സിൽ ഈ 90% പുതിയതായിട്ടുണ്ടായതാണ്. ഈ മസ്തിഷ്ക ഭാഗങ്ങളെ പുതിയതായിട്ടുണ്ടായതാണ്. അതുകൊണ്ട് അതിനെ നിയോ കോർട്ടെക്സ് എന്ന് കൂടി പറയും. നമ്മുടെ മൊത്തം മസ്തിഷ്കത്തിന്റെ 80% നമ്മൾ ഈ ഉപരിഭാഗത്ത് കാണുന്ന ഈ സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അതാണ് ഈ കാണുന്ന മൊത്തം ഭാഗം. അതിന്റെ ഉള്ളിൽ വേറെ ഭാഗങ്ങളുണ്ട്. അപ്പോ ഈ കാണുന്ന സെറിബ്രൽ കോർട്ടെക്സ് അതാണ് നമ്മുടെ ചിന്തിക്കുന്ന ബ്രെയിൻ. ഈ ചിന്തിക്കുന്ന ബ്രെയിൻ ഭാഗത്ത് തന്നെയാണ്, അതിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളെല്ലാവരും മനുഷ്യനാക്കിയ ആദ്യത്തെ സോഫ്റ്റ്വെയർ എന്നോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന് പറയാവുന്ന ഞാൻ എന്ന അനുഭവം രൂപം കൊള്ളുന്നത്. ഇനി നമ്മൾ അത് എന്താണെന്ന് മനസ്സിലാക്കുകയും ആ സോഫ്റ്റ്വെയർ, ആ മസ്തിഷ്ക ഭാഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്നും കൂടി നമുക്ക് ആ വഴിയെ മനസ്സിലാക്കാം. അതോടുകൂടി ഞാനിത് അവസാനിപ്പിക്കാം. അപ്പൊ ഇതാണ് ഫോർ ബ്രെയിൻ, നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ് അതിന്റെ ഫോർ ബ്രെയിൻ. അതാണ് ചിന്തിക്കുന്ന ഭാഗം. അതിന്റെ ഉള്ളിൽ ആ പച്ച നിറത്തിൽ കാണുന്ന ഭാഗമാണ് മിഡ് ബ്രെയിൻ എന്ന് പറയും. അത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആണ്, വൈകാരിക ബ്രെയിൻ ആണ്. അത് എല്ലാ ജീവികൾക്കും ഉണ്ട്, സസ്തനികൾക്കും എല്ലാവർക്കും ഉണ്ട്. അതിന്റെ താഴത്ത് ഹൈൻഡ് ബ്രെയിൻ ആണ്. അത് നമ്മുടെ ജന്മവാസന ഭാഗങ്ങൾ. അതും നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. മനുഷ്യൻ ആകെപ്പം നല്ല കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നാം എല്ലാം കറക്റ്റായ മനുഷ്യരാണെന്നൊന്നും ചിന്ത വേണ്ട. ഈ ജന്മവാസനകളാണ് നമ്മളിപ്പോഴും ഭരിക്കുന്നത്. ഈ സാറ് പറഞ്ഞതിന്റെ പല ഭാഗങ്ങളും ഈ ജന്മവാസന ഭാഗങ്ങൾ വരും. കാരണം അതിൽ ഇപ്പോഴും നമ്മൾ ഭരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. നോക്കുക, ഇതാണ് ഞാൻ എന്ന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ സെറിബ്രൽ കോർട്ടെക്സ്. ഇനി നമ്മൾ അത് എങ്ങനെ ഉണ്ടായി, എന്ന് ഉണ്ടായി, ആരിൽ ഉണ്ടായി എന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇതിന്റെ, അതായത് വീണ്ടും പറയുന്നു, നാം ഇന്നത്തെ മനുഷ്യൻ ഹോമോ സാപ്പിയൻസ് നമ്മളെല്ലാം ആദ്യത്തെ അസ്തിത്വ ബോധം, അതായത് ഞാനെന്ന ബോധമുള്ള ആദ്യത്തെ മനുഷ്യജീവി അത് വേറെ ആൾക്കാരാണ്. അതിലൊന്ന് നോക്കാം. ഇതാണ് ഹോമോ ഹാബിലിസ്. ഇദ്ദേഹം കഴിഞ്ഞ 24 ലക്ഷം വർഷം തൊട്ട് വരുന്നു. ഇദ്ദേഹത്തിലെത്തുമ്പോൾ മസ്തിഷ്കം നേരത്തെ പറഞ്ഞ
360 എന്ന അടിസ്ഥാന നിലയിൽ നിന്ന് മാറി അത് 680 ഗ്രാം എന്ന നിലയ്ക്ക് ഉയരുന്നു. പക്ഷേ ഇത് ഞാൻ എൻ്റെ മുൻപത്തെ ഇതിലൊക്കെ കുറെ സംസാരിച്ചിട്ടുണ്ട്. ഓർമ്മയുള്ളവർക്ക് പെട്ടെന്ന് അത് ഇപ്പൊ വെളിവാകും. ഹോമോ ഹാബിലിസ് അല്ല നമ്മുടെ ഇവിടുത്തെ കഥാപാത്രം. ഇദ്ദേഹമാണ് ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത്. ഹോമോ ഇറക്ടസ് ഇദ്ദേഹമാണ് നമ്മുടെ കഥാപാത്രം, ശരിയായ അസ്തിത്വബോധമുള്ള ഇതിലേക്ക് വരുന്ന ആള്. കാരണം ഇദ്ദേഹത്തിൽ എത്തുമ്പോൾ മസ്തിഷ്കം 1 കിലോ എന്ന രീതിയിലേക്ക് വർദ്ധിക്കുന്നു. അതായത് ഒരു റേഞ്ചാണ്. അതായത് 900 ഗ്രാം മുതൽ 1100 ഗ്രാം വരെ വരുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ ഫോസിലുകളുടെ അളവ് പഠിച്ചപ്പോൾ. അപ്പൊ നമ്മൾ 1 കിലോ ആയിട്ട് എടുക്കുകയാണ്. 1 കിലോ വർദ്ധിച്ചു, നമ്മുടെ മസ്തിഷ്കം 1 കിലോ വർദ്ധിച്ചു. ആ സമയത്താണ് നമുക്ക് അസ്തിത്വ ബോധം, അഹംബോധം എന്ന രീതിയിലേക്ക് വരുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ 18 ലക്ഷം വർഷം തൊട്ടാണ് നേരത്തെ കണ്ട ഹോമോ ഹാബിലിസിൽ നിന്ന് പരിണമിച്ചെത്തുന്നത്. അവരുള്ളപ്പോൾ തന്നെ വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ 2 ലക്ഷം വർഷം വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അതായത് മനുഷ്യന്റെ പരിണാമ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച പൂർവിക മനുഷ്യജീവി ഇദ്ദേഹമാണ്, ഹോമോ ഇറക്ടസ് ആണ്. കഴിഞ്ഞ 18 ലക്ഷം വർഷം മുതൽ കഴിഞ്ഞ 2.5 ലക്ഷം വർഷം വരെ ഇദ്ദേഹം ഭൂമിയിൽ ജീവിച്ചു. നാം ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മൾ എല്ലാം അഹങ്കരിച്ചു കിടക്കുന്ന നമ്മൾ വളരെ തുച്ഛം കാലാണ്. നാം പരിണാമ ശൃംഖലയിൽ കഴിഞ്ഞ 3 ലക്ഷം വർഷം മുതൽ രംഗത്ത് വരുന്നുണ്ട് എങ്കിലും അതൊക്കെ പ്രാചീന രൂപങ്ങളാണ്. അതിൽ നിന്നും ഇന്നത്തെ മനുഷ്യൻ നാം അതാണ് ഹോമോ സാപ്പിയൻസ് അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഏറ്റവും പരിഷ്കരിച്ച രൂപം അത് വരുന്നത് വെറും 40,000 വർഷം തൊട്ട്. 40,000 വർഷം ആയിട്ടുള്ളൂ ഇന്നത്തെ നിലയിലെത്തിയിട്ട്. പൂർവ്വരൂപങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഹോമോ ഇറക്ടസ് അതിനേക്കാളും വളരെ അധികം കാലം ജീവിച്ച മനുഷ്യനാണ്. ഇദ്ദേഹത്തിലാണ് ആദ്യമായി ജീവന്റെ ചരിത്രത്തിൽ ഞാൻ എന്ന അനുഭവം വരുന്നത്. ഇവിടെയാണ് ഇനി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഞാൻ എന്ന ആ പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം ഞാനാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്നവരാണ്. ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ചുമ്മാ നമ്മുടെ തലച്ചോറ് ചിന്താ പ്രക്രിയ നടക്കില്ല. ഞാനാണ് ചിന്തിക്കുന്നത്. നമ്മിൽ ഓരോരുത്തരും ചിന്തിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുകയാണ്, ഞാനും ചിന്തിക്കുകയാണ്. കാരണം ഞാനാണ് ചെയ്യുന്നത്. ഞാനാണ് ചിന്തയുടെ ഫലമായിട്ട് അറിവ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയിലാണ് നമ്മൾ സംസ്കാരം രൂപീകരിച്ചത്. ആ തുടർച്ചയിലാണ് നാം ഇന്നിവിടെ എത്തിയത്. ഇന്നത്തെ AI യുഗത്തിൽ നിന്നോ റോക്കറ്റ് യുഗത്തിൽ നിന്നൊക്കെ എത്തിയെന്ന അത് പറയുന്നത് ഈ കാലത്ത് അങ്ങനെയാണ് സംഭവിച്ചത്. അതായത് ഞാൻ ചിന്തിക്കുന്നു, അതിലൂടെ ഞാൻ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് മൗലികമായ കാര്യം. ഞാൻ ചിന്തിക്കുന്നു. ആ പ്ലാറ്റ്ഫോം രൂപപ്പെട്ടതാണ് അതിപ്രധാനമായ കാര്യം. ഇത് ഹോമോ ഇറക്ടസിൽ കഴിഞ്ഞ 18 ലക്ഷം വർഷം തൊട്ട് ഇത് ആരംഭിക്കുന്നു. ചില്ലറ കാര്യമല്ല. പാലിയോന്തോളജിയും അതുപോലെ ജെനറ്റിക്സും നമുക്ക് വാരിക്കോരി തന്നുള്ള അറിവുകൾ. പക്ഷെ നാം 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന യുക്തിവാദികളായിട്ട് നാം ഈ ഭാഗത്തോടൊന്നും പോകാറില്ല എന്ന സങ്കടം എനിക്ക് നിങ്ങളോടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഒരു അതിപ്രധാനമായ കാര്യം കൂടി മനസ്സിലാക്കണം. അസ്തിത്വബോധത്തിന്റെ ഉദയമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതൊക്കെ നമ്മള് ഒരു കണ്ണാടി എടുത്തു വെച്ചാൽ കണ്ണാടിയിൽ എന്താ സംഭവം? നമ്മൾ കണ്ണാടിയിൽ നമ്മൾ നോക്കും. കാരണം കണ്ണാടിയിൽ കാണുന്നത് നമ്മളെയാണ്, നമ്മുടെ പ്രതിച്ഛായയാണ്, പ്രതിരൂപമാണ്. നമ്മളത് കണ്ട് എന്താ പറയാ, നമ്മളെ മൂടി പിടിപ്പിക്കും, നമ്മള് മൊഞ്ചന്മാരാക്കും, നല്ല കൊട്ടപ്പന്മാരാക്കും. അത് കാരണം അത് ഞാനാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഈ ബോധ്യം മറ്റ് ജീവികൾക്കില്ല. ഒരു പട്ടിയുടെ മുന്നിൽ കണ്ണാടി കൊണ്ടുവച്ച് നോക്കുന്നത്. യൂട്യൂബിൽ അനവധി വീഡിയോകളുണ്ട്. അതൊക്കെ ഒന്ന് കാണ്. സംഗതിയുടെ മർമ്മം അവിടെ കിടക്കും, തിരിച്ചറിയാൻ പറ്റും വേഗം തന്നെ. ഒരു പട്ടിയുടെ മുന്നിൽ കണ്ണാടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പട്ടിക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല അത് താനാണെന്ന്. പകരം പട്ടി എന്ത് ചെയ്യാ, അതൊരു കണ്ണാടി കാണുന്ന പ്രതിബിംബം മറ്റൊരു പട്ടിയാണെന്ന് കരുതി ആ പ്രതിബിംബത്തിന് നേരെ കുരച്ചു കാടും, ആക്രമിക്കും. ഭയങ്കര വല്ലാത്ത രീതിയിൽ ചില്ലുമലൊക്കെ എടുത്ത് മാന്തും. കിട്ടാണ്ടാകുമ്പോ പിൻഭാഗത്ത് വരും, അവിടെ കുറെ നേരം മണ്ടി നടക്കും. കാണുമ്പോൾ വീണ്ടും മുന്നിലേക്ക് വന്ന് ഈ അഭ്യാസം തുടരും. ഇത് പട്ടി മാത്രമല്ല, കടുവയുണ്ട്, സിംഹമുണ്ട്, ഗൊറില്ല, അങ്ങനെ പലതുണ്ട്. പല വീഡിയോകളും യൂട്യൂബിലുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഈ അസ്തിത്വ ബോധം എന്നത് അവർക്ക് ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ ഈ അസ്തിത്വ ബോധം അതിന്റെ പൂർണ്ണമായ തോതിൽ മനുഷ്യനാണ് ഉള്ളത് എന്നിരിക്കെ ഈ അസ്തിത്വ ബോധത്തിന്റെ ചെറിയൊരു ലാഞ്ചന, ഒരു ഞൊടിയുടെ ഒക്കെ കാണിക്കുന്ന 2 ജീവികളുണ്ടെന്ന് പരീക്ഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. അത് ഒന്ന് ആനയാണ്, മറ്റൊന്ന് ചിമ്പൻസിയാണ്. അവർക്ക് അല്പനേരം
ആ ഇത് ബോധം കാണിക്കും. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഈ സെറിബ്രൽ കോർട്ടക്സിൽ ഈ വികസിച്ച് വന്ന ഈ ന്യൂറോൺസുകളുടെ ആധിക്യമാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയണ്ട്, ഞാനത് വിട്ടുപോയി. അതായത് മനുഷ്യന്റെ ഇന്ന് ജീവലോകത്തെ പ്രാധാന്യം, സുപ്രീമസി, അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയോ? അതിന്റെ പ്രധാനം നമ്മളിവിടെ തിരിച്ചറിയാം. അതായത് നമ്മുടെ ഈ സെറിബ്രൽ കോർട്ടക്സിൽ, അതായത് ചിന്തിക്കുന്ന ഈ മസ്തിഷ്കത്തിൽ, അതിന്റെ താഴത്തുള്ളതിലല്ല, സെറിബ്രൽ കോർട്ടക്സ് എന്ന ഉപരിഭാഗത്ത് മനുഷ്യന് 1600 കോടി, 16 ബില്യൺ, അങ്ങനെ ബില്യണിൽ അവർ പറയാ, 1 ബില്യൺ 100 കോടി, അങ്ങനെ 1600 കോടി ന്യൂറോൺസ് ഉണ്ട് നമ്മുടെ ഈ സെറിബ്രൽ കോർട്ടക്സിൽ. 1600 കോടി ന്യൂറോൺസ് ഉണ്ട്. ആ ന്യൂറോൺസുകൾ രൂപപ്പെട്ട് വരുന്നതിന്റെ ആ പ്രക്രിയക്കുള്ളിലാണ് ചില ഘടകഭാഗങ്ങളൊക്കെ രൂപപ്പെട്ട് നമുക്ക് അസ്തിത്വബോധം അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ മറ്റു ജീവികൾക്കൊന്നും ഇതില്ല. ആന, കരയിലെ ഏറ്റവും വലിയ ജീവി, ആനയ്ക്ക് 4.5 കിലോ ന്യൂറോൺസ്, 4.5 കിലോ ആണ് ആനയുടെ ബ്രെയിൻ. പക്ഷെ ആനയ്ക്കും ഉണ്ട് സെറിബ്രൽ കോർട്ടക്സ്. അവിടെ വെറും 5.5 ബില്യനേ ഉള്ളൂ, 550 കോടി ന്യൂറോൺസേ ഉള്ളൂ. ആ ആനയ്ക്ക് ചിന്തിക്കാൻ, നമ്മൾ പറഞ്ഞ പോലെ ചിന്തിക്കാനും മറ്റും ഉള്ള ആ കഴിവുണ്ടല്ലോ, നമുക്ക് ഉൽപ്പാദിപ്പോലെ അത്ര ആനയ്ക്കില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ അറിവ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ 6000 കിലോ, 6 ടൺ അത്രയും ഭാരമുള്ള ഈ ആനയെ വെറും 60 കിലോ ഭാരമുള്ള ഒരു മനുഷ്യൻ ഒരു കാരക്കോലും കൊണ്ട് നിയന്ത്രിക്കുന്നത്. കാരണം ആനയുടെ എല്ലാം മനുഷ്യനറിയാം, ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കുക, അതാണ് കാര്യം. അപ്പൊ എന്ത് സംഭവിച്ചാല് അതിന്റെ ബ്രെയിനിൽ ഉപരിഭാഗത്ത് സെറിബ്രൽ കോർട്ടക്സിൽ വെറും 5.5 ബില്യനേ ഉള്ളൂ. ചിന്തിക്കാൻ പറ്റില്ല എന്ന് തന്നെ അതിൽ നിന്നും വ്യക്തമാണ്. അപ്പൊ പിന്നെ സിംഹത്തിന്റെയും പശുവിന്റെയും കാര്യം നോക്കണം. വെറും 230 ഗ്രാം മസ്തിഷ്കമേ അവർക്കുള്ളൂ. ഈ സെറിബ്രൽ കോർട്ടക്സ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് മനുഷ്യൻ ജീവലോകത്തെ ഇന്നത്തെ പ്രധാനിയും പ്രമാണിയുമായിട്ടിരിക്കുന്നത്. ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. ചിന്തയാണ് അത്. ഞാനെന്ന ബേസ്മെന്റിലാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെയാണ് മനുഷ്യനെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി നമ്മള് ഹോമോ ഇറക്ടസിലാണ് ഈ അസ്തിത്വ ബോധം, ഞാനെന്ന ബോധം ആദ്യമായി രൂപം കൊണ്ടത് എന്ന് പറഞ്ഞു. അതിന് കുറെ തെളിവുകളുണ്ട്. തെളിവുകളൊന്നും നേരത്തെ അവിടെ സമയമില്ല. നമുക്ക് 3 തെളിവുകൾ മാത്രം, 3 തെളിവുകൾ ഉണ്ട്. നോക്കുക. അത് ഇതാണ്: ടൂൾസ് നിർമ്മാണം, അഗ്നിയെ മെരിക്കൽ, ആഫ്രിക്ക വിട്ട് പുറത്തു പോകൽ. ഇതാണ് ആ ടൂൾസുകൾ. നോക്കൂ, ഇത് ഹോമോ ഇറക്ടസ് നിർമ്മിച്ച ടൂൾസുകളാണ്, ചില ഉപകരണങ്ങളാണ്. ഇതിന് 15 ലക്ഷം വർഷത്തെ പഴക്കമുണ്ട്. അതിനേക്കാളും കൂടുതലുണ്ട്. അതിനേക്കാളും പഴക്കമുള്ള ഉപകരണങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ നിർമ്മിക്കും? ഇത് നിർമ്മിക്കണമെങ്കിൽ ചുമ്മാ ഒരു കല്ലെടുത്തിട്ട് അവിടെ 4 കൊട്ടിയാലൊന്നും ഇതുപോലത്തെ ഒരു ടൂൾസ് നിർമ്മിക്കാൻ സാധ്യമല്ല. എന്താണ് ഇവിടെ? അതിൻ്റെ ഉള്ളിൽ ഒരു ഞാൻ വരണം. ഞാൻ ചിന്തിക്കുമ്പോഴാണ് എൻ്റെ ആവശ്യങ്ങൾ എന്തെന്ന് 15 അത്രയും ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളത്തെ ഈ നമ്മുടെ പൂർവികൻ ചിന്തിച്ചു. എന്നുവെച്ചാൽ അവന് ആഹാരം കിട്ടണം. ആഹാരമാണല്ലോ ഏറ്റവും പ്രധാനം. എനർജി ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ, മനുഷ്യനില്ലല്ലോ, പിന്നെ എൻട്രോപ്പിയിലേക്ക് പോവുക. അപ്പൊ എനർജി കിട്ടാൻ വേണ്ടി നമുക്ക് പുതിയ സമ്മർദ്ദം ഉണ്ടാവും, ആഹാരം കിട്ടണം. അതിനു വേണ്ടിയിട്ട് സമ്മർദ്ദത്തിന്റെ ഫലമായി ചിന്തിച്ചു. ആ തലത്തിലാണ് ഈ അറിവ് ഉൽപ്പാദിപ്പിച്ചത്. അങ്ങനെയാണ് ഈ ടൂൾസ് ഉണ്ടാകുന്നത്. ഈ ടൂൾസ് പ്രകൃതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല, മറിച്ച് ഇവിടെ മനുഷ്യന്റെ ചിന്തയുണ്ട് ഇവിടെ. അങ്ങനെയാണ്. അതായത് ഞാൻ വന്നതിന് ശേഷം ആ ബേസ്മെന്റിൽ നിന്നുകൊണ്ട് ചിന്തിച്ചിട്ടാണ് ഇത്തരം ടൂൾസ് നിർമ്മിക്കുന്നത്. പല ജീവികളും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. ചിമ്പൻസി അടക്കം ഉപകരണങ്ങൾ ഉപയോഗിക്കും. പക്ഷെ അവർക്കൊന്നും ടൂൾസ് നിർമ്മിക്കാൻ പറ്റില്ല. അതാണ് മർമ്മം. നിർമ്മിക്കണമെങ്കിൽ ഇവിടെ ചിന്ത വരണം, ഞാൻ വരണം, എന്നിട്ടൊക്കെ നടക്കുള്ളൂ. ഇത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ഇനി തൃശ്ശൂർ വരുമ്പോൾ, എപ്പോഴെങ്കിലും തൃശ്ശൂർ വരുമ്പോൾ വടക്കേ സ്റ്റാൻഡിനടുത്തുള്ള ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്ക് ഒന്ന് കയറണം. അവിടെ ഇതിനൊരു സമാനമായ ഒരു ശിലോപകരണം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് 2.5 ലക്ഷം വർഷം പഴക്കമുള്ള ഇതാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ആന്ധ്രാപ്രദേശിലെ കുർണൂൽ എന്ന സ്ഥലത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോ, എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ പ്രസാധനത്തിന് വേണ്ടിയിട്ട് അത് അവിടെ ചെന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ ഫീസ് കൊടുത്ത ഫോട്ടോ എടുക്കും. പക്ഷെ അതിന്റെ അനുവാദത്തിന് വേണ്ടിയിട്ട്, പബ്ലിഷിന്റെ അനുവാദത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഡയറക്ടറെ പോയി കണ്ടു ഞാൻ. അപ്പൊ അന്നേരം അദ്ദേഹം പറഞ്ഞു, സാധിക്കില്ല, അതിന് നിങ്ങൾ ഡൽഹിയായിട്ട് ബന്ധപ്പെടണം, അവിടുത്തെ അനുമതി കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി വരുന്നു പറഞ്ഞു. അപ്പൊ പണി വന്നാൽ ഞാൻ തൽക്കാലം തയ്യാറല്ലാത്തതുകൊണ്ട് അത് ഞാൻ ഉപേക്ഷിച്ചു.
അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും തൃശ്ശൂർ പോകുന്നുണ്ടെങ്കിൽ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്ക് കടന്ന് അതൊന്ന് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കണം. ഒരു 10 മിനിറ്റ് അതിന്റെ മുന്നിൽ ചെലവഴിക്കണം. കാരണം നമ്മുടെ പൂർവികരാണ്. ആ പൂർവികൻ തലച്ചോറൊക്കെ എടുക്കുകയാണ്. അവന്റെ ജീനുകളാണ് നാം ഓരോരുത്തരും. അല്ലാതെ 6000 വർഷം മുമ്പ് അങ്ങേര് ഓങ്ക്രിമൈസ് ഉണ്ടാക്കിയൊന്നുമല്ല നമ്മൾ എന്ന് നമ്മൾ ഇവിടെ തിരിച്ചറിയണം. നാം നമ്മുടെ ബ്രെയിൻ ആണത്. ഇനി രണ്ടാമത്തെ കാര്യം, ഹോമോ ഇറക്ടസ് അഗ്നിയെ മെരുക്കി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് അഗ്നി, തീയെ നമ്മൾ മെരുക്കി. അതായത് ഈ കാട്ടുതീ പടരുമല്ലോ. കാട്ടുതീ പടരുന്ന സമയത്ത് സകല ജീവികളും ജീവനും കൊണ്ട് ഓടും. കാരണം അവർക്ക് തീയും പുകയും സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഹോമോ ഇറക്ടസ് അത് നോക്കി നിൽക്കും. കാരണം എന്താണ്? ഞാനാണ് നോക്കി നിൽക്കുന്നത്. ആ തീയും ഞാനും തമ്മിൽ അകലത്തെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് പായേണ്ട കാര്യമില്ല. അത് നോക്കി നിന്നു. ആ നോക്കി നിൽക്കുന്നതിന്റെ തുടർച്ചയിൽ ഹോമോ ഇറക്ടസ് അഗ്നിയെ മെരുക്കുന്നു. അഗ്നി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനുഷ്യനെ രൂപീകരിക്കുന്ന പ്രക്രിയയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയതാണ്. ഇപ്പം ഇതിലെ ഒരു ബ്രിട്ടീഷ് പരിണാമശാസ്ത്രജ്ഞനുണ്ട്, റിച്ചാർഡ് റാങ്കാം. അദ്ദേഹത്തിന്റെ നല്ലൊരു പുസ്തകമുണ്ട്, കാച്ചിങ് ഫയർ. അതിലുള്ള വിവരണം ഇതാണ്: അഗ്നി എങ്ങനെ മനുഷ്യനെ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം 15 ആഫ്രിക്കയിലും യൂറോപ്പിലൊക്കെ പല ഭാഗങ്ങളിലൊക്കെ പോയി പര്യവേഷണമൊക്കെ നടത്തി അനവധി ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഈ തീ ഉണ്ടാക്കിയ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അഗ്നിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ അഗ്നി എന്നുള്ളത് കുറെ ബ്രാഹ്മണന്മാര് അരണി കടഞ്ഞുണ്ടാക്കിയതല്ല. അത് നമ്മുടെ പൂർവികര് നമ്മുടെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെയാണ് അത് നിർമ്മിച്ചെടുത്തത് എന്ന് ഇവിടെ നാം വ്യക്തമാക്കുകയാണ്. അടുത്ത ഘട്ടം, ഹോമോ ഇറക്ടസ് ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് കടന്ന് ഏഷ്യയിലും യൂറോപ്പിലും വ്യാപിക്കുന്നു. ഇന്ത്യയിൽ നമ്മുടെ ആദ്യം കിട്ടുന്നത് ഇന്തോനേഷ്യ എന്നാണ്. ഇന്തോനേഷ്യ എന്നുണ്ട്, പിന്നെ ഈ ചൈന എന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കിട്ടിയുള്ളത് നമ്മുടെ നർമ്മദ നദിയുടെ തടത്തിൽ നിന്നാണ് 1983. അതുപോലെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാന പ്രശ്നമുണ്ടേ, 18 ലക്ഷം വർഷം മുമ്പാണ് പറയുന്നത്. ഒരു ജീവി പരിണമിച്ചു വരുന്നത് പരിണമിച്ചു വന്ന ഒരു പരിസ്ഥിതി ഉണ്ട്. ആ പരിസ്ഥിതിയിൽ ജീവിക്കാൻ തന്നെയാണ് അതിന് അർഹതയുള്ളൂ. അതിനപ്പുറത്തെ മറ്റൊരു പരിസ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. അതിന്റെ അതിജീവനം ബുദ്ധിമുട്ടും, ചിലപ്പോൾ എക്സ്റ്റിങ്ഷൻ എന്നല്ലേ, അതായത് ഇങ്ങനെ വംശനാശം വരെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച പല ഉണ്ട്. പക്ഷെ മനുഷ്യന് സംഭവിക്കില്ല. കാരണം ഞാനാണ് പോകുന്നത്. അതായത് ഞാൻ എന്റെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ച് അറിവ് ഉൽപ്പാദിപ്പിക്കുന്നു. അതുവരെ ഭൂമിയിൽ ചിന്തിച്ച് അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഇല്ല. നാം ചിന്തിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകൾ, അതിനാണ് നമ്മൾ ആർജിത അറിവുകൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ചിന്തകൾ കൊണ്ട് ഈ ഉപരിഭാഗത്ത് മസ്തിഷ്കം ഉപയോഗിച്ചാണ് നടക്കുന്നത്. മറ്റു ജീവികൾക്കൊന്നും ഈ ചിന്തിച്ച് അറിവ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല. കാരണം അവർക്ക് സെറിബ്രൽ കോർട്ടെക്സ് വികസിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ പ്രധാന കാര്യം. അപ്പൊ അങ്ങനെയാണ് ഇറക്ടസ് പുറത്ത് കടന്ന് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അത് വളരെ എന്താ പറയാ, നല്ല അടിപൊളി രസകരമായ പൂർവ്വ ചരിത്രമാണത്. ഇനി കുറച്ച് ഞാനിപ്പോ ഇങ്ങനെ വേഗം പോവുകയാണ് കേട്ടോ, കാരണം നമ്മുടെ സമയപരിധി എന്നെ പ്രഷർ ചെയ്യുന്നുണ്ട്. ഈ കുറെ പൂർവികരെ കുറച്ച് ഞാന്മാരെയും കണ്ടു പോവാം. നമുക്ക് സെൽഫുകളാണ്. ഇതാണ് ഹോമോ ഹൈഡൽബർഗൻസിസ് എന്ന് പറയും. ഇദ്ദേഹം ഈ ഇറക്ടസ് ഉള്ളപ്പോൾ തന്നെ അതിൽ നിന്ന് പരിണമിച്ചു വന്ന മറ്റൊരു ഞാനാണ്. 8 ലക്ഷം വർഷം മുമ്പ് ഇദ്ദേഹം രൂപപ്പെട്ടു വന്നു. ഇനി അടുത്ത ഞാൻ ഇതിൽ നിന്ന് ഹോമോ ഇറക്ടസിന്റെ മറ്റൊരു ഭാഗമാണ് പിന്നീട് പരിണമിച്ചു വന്നാണ് ഹോമോ ഹൈഡൽബർഗൻ നിയാണ്ടർതാലൻസിസ് എന്ന് പറയും. നിയാണ്ടർതാൽ എന്ന് പറഞ്ഞ ജീവികൾ ഇവരാണ്, മനുഷ്യന്മാര്. പിന്നീട് മറ്റൊരു ഭാഗമാണ് ഡെനിസോവൻ മനുഷ്യൻ. ഇത് 2009 മുതലാണ് ഇവനെ സ്ഥിരീകരിച്ചത്. അങ്ങനെ ആ പട്ടികയിൽ വരുന്നു മറ്റൊരു ഞാൻ. ഇതാണ് മനുഷ്യൻ. 3 ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്കയിൽ മൊറോക്കോയിൽ ജബിൽ ഇർഹൌദ് എന്ന സ്ഥലത്തു നിന്ന് ഈ ഞാനിനെ ജർമ്മനിയിലെ പരിണാമശാസ്ത്ര ടീം പൊക്കിയെടുത്തു. ഇതാണ് നമ്മുടെ ഏറ്റവും താഴ്ത്തട്ടിലുള്ള ഹോമോ, നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും താഴ്ത്തട്ടിലുള്ള ഫോസിൽ ഇതാണ്. ഇതോടുകൂടി ഇന്നത്തെ മനുഷ്യൻ രംഗത്ത് വന്നു. ആ മനുഷ്യ രംഗത്ത് വന്നു. പക്ഷെ പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ
കഴിഞ്ഞ 40,000 ഇത് പ്രാചീന രൂപങ്ങളാണ്. അതിൽ നിന്ന് കഴിഞ്ഞ 40,000 വർഷം എത്തുമ്പോഴാണ് ഇന്നത്തെ ഹോമോ സാപ്പിയൻസ് വരുന്നത്. അതാണ് നമ്മൾ. ഇനി ഈ നമുക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മളൊരു ഓടിച്ചു പോലാണ്. അതിന്റെ ഡീപ്പായിട്ട് ഇനിയും പോകാനുണ്ട്, പക്ഷെ സമയത്തിന്റെ പ്രശ്നമുണ്ട്. അപ്പോ നമ്മൾ അടുത്ത ഒരു ഇത് കാണുകയാണ്. ഇതാണ് നമ്മുടെ സെറിബ്രത്തിലെ. ഇനി നമ്മൾ നോക്കുന്നത് എവിടെയാണ് ഈ ഞാനിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് മർമ്മപ്രധാനമായ കാര്യം. നമ്മുടെ സമയത്തിന്റെ ഉള്ളിൽ തീർക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ നിയോ കോർട്ടക്സിനെ വിഭജിച്ച് വെച്ചാൽ കാണുന്നതാണ് ഫ്രോണ്ടൽ ലോബ്, പരിറ്റൽ ലോബ്, ടെമ്പോറൽ ലോബ്, പിന്നെ ഓക്സിപിറ്റൽ ലോബ്. ഇങ്ങനെ 4 ഭാഗങ്ങളുണ്ട് ഈ പറഞ്ഞ ഇതിന് മുകൾ ഭാഗത്ത്. അവിടെയാണ് ചിന്തിക്കുന്നതും ഭാവന ചെയ്യുന്നതും വിശകലനം ചെയ്യുന്നതും തീരുമാനം എടുക്കുന്നതും യുക്തിചിന്ത നടത്തുന്നതും വിശ്വാസിയായാലും അവിശ്വാസിയായാലും യുക്തിചിന്ത നടത്തുന്നതൊക്കെ ഈ ഭാഗങ്ങളെ കൊണ്ടാണ്. ഇതാണ് ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തൊട്ട് മുന്നിലുള്ള ഭാഗം. ഇതിന്റെ ഉള്ളിൽ തന്നെ തൊട്ടടുത്തായിട്ട് പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞ ഭാഗങ്ങളുണ്ട്. പേരുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ അന്താളിക്കണ്ട. ഇതൊക്കെ നമ്മുടെ നാട്ടുകാരല്ല അത് കണ്ടുപിടിച്ചത്. നമ്മുടെ മലയാളികൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ മലയാളം പേരിടാമായിരുന്നു. പക്ഷെ യൂറോപ്യന്മാരാണ്, അമേരിക്കാരാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ആ പേര് തന്നെ നമുക്ക് ഇവിടെ സ്വീകരിക്കുന്ന നിവൃത്തിയുള്ളൂ. അപ്പൊ ഈ ഭാഗത്താണ് പ്രിഫ്രോണ്ടൽ കോർട്ടക്സ്. ഇവിടെയാണ് അതിന്റെ കേന്ദ്രം, ചിന്തിക്കുന്നത്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതുപോലെ ഒന്നും സ്വീകരിക്കുന്നില്ല. കാരണം ഇവിടെ ഒരു അരിപ്പുണ്ട്, ചിന്തയുടെ ഒരു അരിപ്പുണ്ട്. ഞാനാണ് നിങ്ങളെ ഓരോരുത്തർ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ പൊട്ടത്തരം പറഞ്ഞാൽ ആ പൊട്ടത്തരത്തിന് അവിടെ ബ്ലോക്ക് ചെയ്യും, എന്നെ വിമർശിക്കും. അതാണ് ഞാൻ നമ്മുടെ ഫ്രോണ്ടൽ ലോബ്. ഇവിടെയാണ് ചിന്ത നടക്കുന്നത്. ഈ ഭാഗത്താണ് ഇരുന്ന് ചേർന്നിട്ട്, അതുപോലെ നെറുകയുടെ കുറച്ച് ഭാഗം, ഈ പരിറ്റൽ ഇവിടെ, ഈ ഭാഗങ്ങൾ ഇവിടെ ചേർന്നിട്ടാണ് ഈ ഞാനിരിക്കുന്നത്. നമുക്കിനി ആ ഞാനിനെ ഒന്ന് കാണാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി നോക്കാം. ഇതാണ് ബ്രെയിന്റെ ഏരിയയാണ്. 1909 ഒരു ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് കോർബീനിയൻ ബ്രോഡ്മാൻ. അദ്ദേഹം ഈ ബ്രെയിനെ, പ്രത്യേകിച്ച് സെറിബ്രൽ കോർട്ടക്സിനെ കീറി മുറിച്ച്, അനവധി ബ്രെയിനെ കീറി മുറിച്ച് അദ്ദേഹം പഠിച്ചു കുറെ കാര്യങ്ങൾ വ്യക്തമാക്കി. അപ്പൊ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കുറെ പഴയതുണ്ട്, കുറെ പുതിയതുണ്ട് എന്നൊക്കെ മനസ്സിലായി. ഈ അടുത്ത കാലത്ത് രൂപപ്പെട്ട ഭാഗങ്ങളൊക്കെ അദ്ദേഹം ഇതിന് മനസ്സിലായി. അങ്ങനെ സെറിബ്രൽ കോർട്ടക്സിൽ ഈ ഭാഗങ്ങളെ അദ്ദേഹം 52 ഏരിയകളായി തിരിച്ചു. എന്നിട്ട് ഓരോ പേരിട്ട് കൊടുത്തു. അതിന് ബ്രോഡ്ബാൻ ഏരിയ എന്നുള്ളത് നമ്മുടെ സെറിബ്രൽ കോർട്ടക്സിലെ അതിപ്രധാനമായ ഭാഗങ്ങളാണ്. ഇവിടെയാണ് ഇതൊരു വാതിലാണ്, ഞാനിലേക്ക് കടക്കാൻ പോണ വാതിൽ. ഇതാണ് ഞാൻ. അത് കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ. ഞാൻ നമ്മുടെ ആന്റീരിയൽ, അതേ ഫ്രോണ്ടൽ ലോബിൽ ഈ പറഞ്ഞ ഭാഗത്തിന് അടുത്തുള്ള ആന്റീരിയൽ സിംഗുലേറ്റ്, ആന്റീരിയൽ ഇൻസുല, ഇൻഫീരിയൽ പരിറ്റൽ ലോബുൾ, പിന്നെ വോൺ എക്കോനോമ ന്യൂറോൺസ്. അതായത് ഞാനെന്ന അനുഭവം നമ്മിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരൊറ്റ ഭാഗമല്ല, അനവധി ഭാഗങ്ങൾക്ക് ചേർന്നിട്ടാണ്. അങ്ങനെയാണ് ഞാൻ എന്ന അനുഭവം നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ ഈ കാണുന്ന ഭാഗങ്ങൾ, അതിന് നമ്പർ ഉണ്ടായില്ല, നമ്പറൊക്കെ കാണാമല്ലോ, ആ ഭാഗങ്ങളാണ്. അതാണ് ബ്രോഡ്ബാൻ ഏരിയ നമ്പറാണ് കാണുന്നത്. ഇതിൽ ഇത്രയും ഭാഗങ്ങളാണ് നമ്മളെ ഈ എന്നില് ഞാൻ പൂർണ്ണബോധത്തോടെ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ നിങ്ങളെല്ലാവരും പൂർണ്ണബോധത്തോടെ നിൽക്കുന്നത്, നിങ്ങളുടെ ഞാന്മാരും. അത് സംഭവിക്കുന്നത് ഈ ഭാഗങ്ങൾ ഇപ്പോൾ ആക്റ്റീവാ. അതാണ് സംഭവം. അതിനടുത്തുള്ളതാണ് ഈ പറയുന്ന വോൺ എക്കോനോമ ന്യൂറോൺസ്. വോൺ എക്കോനോമ ന്യൂറോൺസ് എന്ന് പറഞ്ഞാല് അത് 1926 കണ്ടുപിടിക്കുന്നത്. വോൺ എക്കോനോമ കോൺസ്റ്റന്റൈൻ വോൺ എക്കോനോമ എന്നാണ് ഒരു ആസ്ട്രിയൻ ന്യൂറോ സയന്റിസ്റ്റ് ആണ് അദ്ദേഹമാണ് ആ പ്രത്യേക ന്യൂറോൺസുകളെ കണ്ടെത്തിയത്. അത് ആ ചിത്രം ആ ഒരു ചെറിയ നീല അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആ ഭാഗത്ത് ഇൻസുലയാണ്. അതിന്റെ അടുത്തുള്ളതാണ് ഈ വോൺ എക്കോനോമ ന്യൂറോൺസ് എന്നുള്ളത്. ആ ന്യൂറോൺസ് ഇത്തിരി വലിപ്പം കൂടിയ ന്യൂറോൺസ് ആണ്. ശരിക്കും നമ്മിലെ ഞാനിനെ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗങ്ങളാണിത്. ഇതാണ് ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ഞാൻ എന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സൂക്ഷ്മ ശരീരമല്ല, ഞാൻ ദൈവാംശമല്ല, ഞാൻ അഹംബ്രഹ്മാസ്മിയല്ല, ഞാൻ അവർ പറഞ്ഞ ഒരു തേങ്ങാക്കൊലയുമല്ല. ഞാനെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്. നമ്മുടെ ബ്രെയിൻ കഴിഞ്ഞ 24 ലക്ഷം വർഷത്തിന് ശേഷം രൂപപ്പെട്ടു വന്ന ആ പെരുകലിന്റെ അതിന്റെ ഇടയിൽ ചില ഭാഗങ്ങൾ, സവിശേഷമായി ചില ഭാഗങ്ങൾ അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അവയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, ഈ ഞാൻ എന്നുള്ളത്. ഇനി ഇതോടൊപ്പം തന്നെ ഒരു സങ്കടകരമായ കാര്യമുണ്ട്. അതാണ്, അതായത് ഈ നമുക്ക് ഡിമെൻഷ്യ എന്നൊരു രോഗാവസ്ഥ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അത് ബ്രെയിനെ സംബന്ധിക്കുന്ന രോഗങ്ങളുടെ ഒരു
കൂട്ടായ പേരാണ്, ഒരു അമ്പർല ടൈമാണത്. അതിൽ കുറെ രോഗങ്ങളുണ്ട്. അതിലിപ്പം അൽഷിമേഴ്സ്, ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ യുക്തിവാദികളുടെ നേതാവായിരുന്ന പവൻ സാറ് ഇതുപോലെ അനവധി വർഷം ഡിമെൻഷ്യ വന്നിട്ട് അദ്ദേഹം അൽഷിമേഴ്സ് ആയിരുന്നു. മേധാക്ഷയം ഒന്നും ഓർമ്മയില്ല അദ്ദേഹത്തിന്. ആ ഒരു ദുരവസ്ഥയുടെ കടന്നുപോയി. സംഭവം ഇവിടെ നടക്കുന്നത് ഈ ബ്രെയിനിൽ സംഭവിക്കുന്ന അദ്ദേഹത്തിന് ഹിപ്പോകാമ്പസിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അഴുകിപ്പോയി. അങ്ങനെ അത് സംഭവിക്കപ്പോണെങ്കിൽ നമുക്ക്, അതായത് പൂർണ്ണ സുരക്ഷിതത്വമൊന്നുമല്ല ആ ബ്രെയിൻ എല്ലാ കാലം നിലനിൽക്കുന്നതേ. അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് പലതും വരുന്നത്. ഇവിടെ ഞാൻ ഈ ചിത്രം കാണിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തെ അറിയാലോ, ഡൈഹാർഡ് സിനിമ പരമ്പര നായകൻ ബ്രൂസ് വില്ലിസ് ആണ്. ഡൈഹാർഡ് സിനിമ പരമ്പരയ്ക്ക് ഒന്ന് കണ്ടു വെക്കുക, അടിപൊളി സിനിമയാണത്, ഹോളിവുഡിലാണ്. അതിലെ നായകനാണ് ബ്രൂസ് വില്ലിസ്. ഇന്ന് അദ്ദേഹത്തിന് 70 വയസ്സാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ ഫ്രോണ്ടോ ടെമ്പോറൽ ഡിമെൻഷ്യ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അസ്തിത്വ ബോധം ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗങ്ങൾക്ക് ക്ഷതം സംഭവിച്ചു. അവിടുത്തെ കോശങ്ങളൊക്കെ നശിച്ചു. അദ്ദേഹമുണ്ട്, അതായത് ഈ അസ്തിത്വമുണ്ട്. ബ്രൂസ് വില്ലിസ് എന്ന് പറഞ്ഞ അസ്തിത്വമുണ്ട്, പക്ഷെ അസ്തിത്വ ബോധം ആ ബോഡിയിലില്ല എന്ന അവസ്ഥ എന്നാലോചിക്കേ. അത് ബ്രെയിനിന്റെ വികാസം കൊണ്ട് നമുക്ക് എന്തെല്ലാം ഇടുന്നത്. ഇപ്പൊ നമ്മള് ഈ ഭൂമി എന്ന ഗ്രഹം തന്നെ വിട്ട് മറ്റു അന്യഗോളങ്ങളിലേക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നിരന്തരം പര്യവേഷണങ്ങൾ നടത്തുകയാണ് നമ്മൾ. സ്പേസിന് മിൽക്കി വേയിൽ തന്നെ അതുപോലെ അനവധി ഈ ഇതുണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലും അതൊക്കെ നമ്മുടെ ഈ ബ്രെയിനിന്റെ നേട്ടങ്ങളാണ്. അപ്പോൾ പോലും അപകടം തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഈ ബ്രെയിനിന്റെ ഈ കോശങ്ങളെ എപ്പോൾ വേണമെങ്കിലും നശിക്കാം, തകരാറ് സംഭവിക്കും. ഇതാണ് ഇത്രയുമാണ് ഇതിൽ പറയാനുള്ള. ഈ അല്പസമയം ഉണ്ട് അല്ലേ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ ഇതിന്റെ ഭാഗങ്ങളാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മളാക്കുന്ന അടിത്തറയാണ് ഞാൻ. നമ്മൾ നേരത്തെ കണ്ട ഞാൻ എന്ന നമ്മുടെ അഹംബോധം, അതുമെന്നാണ് നാം അറിവ് ഉൽപ്പാദിപ്പിച്ച് ഇന്നത്തെ നിലയിലേക്ക് വികസിച്ചു വന്നത്. അത് മാത്രമല്ല, ഹോമോ ഇറക്ടസ് ഉണ്ടാവാത്ത പലതും ഈ അവസാന കാലത്ത് നമ്മിലുണ്ടായിട്ടുണ്ട്. മനുഷ്യനിൽ ഇപ്പൊ ഇന്നത്തെ ഹോമോ സാപ്പിയൻസിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് സോഫ്റ്റ്വെയർ തന്നെ നമ്മുടെ ഈ ബ്രെയിനിന്റെ ഈ ഫ്രോണ്ടൽ ലോബിന്റെ അടുത്ത് തന്നെ ആ ഭാഗങ്ങളുണ്ട്. അതൊന്നും കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല, ചിലത് പറയാം. അതിലൊന്നാണ് ഈ തിയറി ഓഫ് മൈൻഡ് എന്ന് പറയും. അങ്ങനെ തിയറി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളെ, ഇപ്പൊ ഇദ്ദേഹത്തെ ഞാൻ നോക്കിക്കൊണ്ട് ഇദ്ദേഹം ഈ സമയത്ത് ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് ഞാൻ മൈൻഡ് റീഡ് ചെയ്യാണ്. അദ്ദേഹം ഇപ്പൊ ഇന്നതാണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അദ്ദേഹം ആ നേരത്തെ ചിന്തിക്കുന്നത് എന്തെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം ഇന്നതാണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത്ര ഒരു സോഫ്റ്റ്വെയർ നമുക്കുണ്ട്. അതാണ് തിയറി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞത്. അതായത് ഈ നമ്മുടെ ധാർമ്മികത വികസിച്ചു വരുന്നത് ഇവിടെ നിന്നാണ്. ധാർമ്മികത നേരത്തെ ഉണ്ട്, പക്ഷെ മനുഷ്യന്റെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമാണ്. അത് അതിഗംഭീരമായിട്ട് വികസിച്ചു വരുന്നത് ഈ തിയറി ഓഫ് മൈൻഡ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ വന്നുകൊണ്ട്. അതായത് ഇപ്പൊ ഒരാൾ ഇപ്പൊ ആവശ്യനായിരിക്കുന്നത് കരുതുക, നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ആവശ്യത മനസ്സിലാക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുക. അദ്ദേഹം ആരാണെന്ന് അറിയാണ്ടെന്ന് സഹായിക്കും. അതാണ് ഈ സംഗതി തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. അത് മറ്റാളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് അത് അദ്ദേഹത്തെ തന്നെ അറിയുള്ളൂ. പക്ഷെ അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെയാണ് ആ സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനം. അതാണ് തിയറി ഓഫ് മൈൻഡ്. ഈ തിയറി ഓഫ് മൈൻഡാണ് നമ്മുടെ സാഹിത്യം മുഴുവനും. നമ്മുടെ സാഹിത്യം മുഴുവനും ഈ തിയറി ഓഫ് മൈൻഡാണ്. ഉദാഹരണം പറഞ്ഞുതരാം. MT അല്ലെങ്കിൽ തകഴി, ചെമ്മീൻ എടുത്തോ. ചെമ്മീൻ എന്താണ്? കടപ്പുറത്ത് നടക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് ഒരു പളനി. ആ പളനിയെ തകഴി സൃഷ്ടിച്ചിട്ട് പഴനി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, തകഴി ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് ഡെവലപ്മെന്റ്. അങ്ങനെയാണ് MT ആയാലും ആരായാലും ഇത് ചെയ്തു വെച്ചുള്ളത്. സാഹിത്യം മുഴുവനും നമ്മുടെ തിയറി ഓഫ് മൈൻഡ് ആണ്. ഇത് തന്നെയാണ് മതഗ്രന്ഥങ്ങൾ മുഴുവനും. തിയറി ഓഫ് മൈൻഡാണ് മതഗ്രന്ഥങ്ങൾ മുഴുവനും. അതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. പിന്നെ ഈ തിയറി ഓഫ് മൈൻഡ് തന്നെയാണ് ദൈവത്തെ സൃഷ്ടിച്ചത്. കാരണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അത് ആത്മാവിന്റെ വികാസത്തോടെ ശേഷം തുടർന്നാണ് അത് വരുന്നത്. ദൈവം അങ്ങനത്തെ ഒരാളുണ്ടെന്ന്, ആൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനുഷ്യൻ ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് ദൈവം എന്നുള്ള ആ ഒരു സാങ്കല്പിക സ്വത്വം നമ്മൾ രൂപപ്പെട്ടു വരുന്നത്. അല്ലാതെ ഈ സംഗതി ഒന്നുമില്ല. അപ്പൊ ഈ തിയറി ഓഫ് മൈൻഡ് എന്നുള്ളത് ദൈവത്തെ സൃഷ്ടിച്ചതും മതഗ്രന്ഥങ്ങളെ സൃഷ്ടിച്ചതും
പിന്നെ സാഹിത്യം ഒക്കെ ഈ സാധനം തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കാതെ ആസ്വദിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആസ്വദിക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ചേർത്ത് വെക്കുക. ഇതാണ് അതിലത്തെ മർമ്മം. പിന്നെ മറ്റൊന്നുള്ളതാണ് ഇൻട്രോസ്പെക്റ്റീവ് സെൽഫ് എന്ന് പറയും. അതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ ചില ഭാഗങ്ങളാണ്. ആന്തരിക യാത്ര നമുക്ക് നടത്താൻ പറ്റും. മറ്റൊരു ജീവിക്കും സാധിക്കാത്ത സാധനമാണ്. നമുക്ക് ഉള്ളിൽ ആന്തരിക യാത്ര നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇതില്ല ചില ഈ നമ്മൾ അലങ്കരിക്കുന്നില്ലേ, അലങ്കരിച്ച് കുട്ടപ്പം വരെ. ഇപ്പൊ ഞാൻ അലങ്കരിച്ചിട്ടാ വന്നില്ല, കാരണം എന്റെ പടി തല നരച്ചതാ. ആ നരച്ച തല ഇവിടെ പ്രദർശിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഇതാണ്. അപ്പൊ എന്നെ ഞാൻ അലങ്കരിക്കുന്നു. അതെന്റെ ഇൻട്രോസ്പെക്റ്റീവ് സെൽഫിൽ കൂടെയാണ് അത് വരുന്നത്. അതുപോലെ മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് ഇത് 1,00,000 വർഷം തൊട്ടാണ് ആരംഭിക്കുന്നത്. അതിന് ഫോസിൽ തെളിവ് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. അത് ആർക്കിയോളജിക്കൽ തെളിവുകളുണ്ട്. അതുപോലെ മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് കഴിഞ്ഞ 40,000 വർഷത്തിന് തൊട്ട് മുമ്പ് രൂപപ്പെട്ടതാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി. ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരാളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തുകൊണ്ട് അത് വർത്തമാനകാലത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിലത്തെ കുറെ ഘടകങ്ങളൊക്കെ വിശകലനം ചെയ്തിട്ട് അതിലെ പെശകുകളൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഭാവിയിലേക്ക് നീങ്ങാൻ പറ്റുന്നു. ഭാവിയിലേക്ക് ഇതാണ് മനുഷ്യൻ സ്വയം സൃഷ്ടിക്കുന്നു പറഞ്ഞത്. മനുഷ്യൻ സ്വയം സൃഷ്ടിക്കുന്ന എങ്ങനെയാണ്? അതായത് നമ്മുടെ ഭൂതകാലത്ത് വന്ന അമളികളും തെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പരിഹരിച്ചിട്ട് ഭാവിയിൽ മറ്റൊരു രൂപം, മറ്റൊരു ജീവിതം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നു. അത് ഈ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്നുള്ള ഈ സോഫ്റ്റ്വെയർ വന്നതോട് കൂടിയിട്ടാണ്. അതൊക്കെ ഈ സെറിബ്രൽ കോർട്ടെക്സിലാണ് നടക്കുന്നത്. അതോടുകൂടിയിട്ടാണ് മനുഷ്യൻ കൂടുതൽ സ്വയം ഇപ്പൊ ഗോൾഡൻ ചൈൽഡിന്റെ ഒരു മനോഹരമായ പുസ്തകമാണ് മനുഷ്യൻ സ്വയം സൃഷ്ടിക്കുന്നു എന്നുള്ളത്. അത് ബേസ്ഡാണ്. കാരണം വെച്ചാല് നാം ഇത്രയും കാലമായിട്ട് നമ്മുടെ മസ്തിഷ്കം വികസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വയം സൃഷ്ടിച്ചു വന്നതാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത്. അല്ലാതെ ആ പ്രക്രിയയിൽ നാം ദൈവത്തെയും സൃഷ്ടിച്ചു, മതങ്ങളെ സൃഷ്ടിച്ചു, സ്വർഗം നരകം അങ്ങനെ ഒരുപാട് ഹൂറുകളൊക്കെ നമ്മൾ സൃഷ്ടിച്ചു. കുറെ കോലാഹലം അലമ്പാക്കി നമ്മുടെ ജീവിതം. അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടത്. നാം തന്നെയാണ് നമ്മുടെ ജീവിതം അലമ്പാക്കിയതും മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നതും. അതൊക്കെ മറ്റൊരു ചരിത്ര ഭാഗങ്ങളാണ്. അപ്പൊ ഈ നമ്മുടെ സെൽഫ് എന്ന് പറയുന്ന, നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്ന ആ ബേസ്മെന്റിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ നിന്നുകൊണ്ട് പിൽക്കാലത്ത് ഹോമോ റെക്ടസിനോ ഹൈഡൽബർഗൻസിനോ ആ മനുഷ്യന്റെ നിയാട്ടത്താലൊക്കെ ഉണ്ടാവാത്ത വിധം മറ്റു ചില സോഫ്റ്റ്വെയറുകൾ നമുക്ക് രൂപം കൊണ്ടു. അതാണ് നേരത്തെ പറഞ്ഞത്. അവയിൽ അതിൻ്റെ ഒക്കെ സമഗ്രമാണ് ഇന്നത്തെ ഇരിക്കുന്ന ഓരോ ഞാന്മാരും. അതിൽ ഞാനും പങ്കാളിയും ഞാനും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ നിർത്തുന്നു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഈ പറഞ്ഞതൊന്നും രാജു വാടാനപ്പയുടെ സ്വന്തമല്ല. അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിത് കടം കൊണ്ടതാണ്. അവര് കണ്ടെത്തിയ കാര്യങ്ങൾ ക്രോണോളജിക്കലി ആയിട്ട് ഇങ്ങനെ കാലാനുക്രമികമായിട്ട് അവതരിപ്പിച്ചെന്നുള്ളൂ. ആദ്യത്തെ നന്ദി ഞാൻ അവരോടാ പറയുന്നത്. പിന്നെ ഇത്രയും നേരം എൻ്റെ ഇത് കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ എൻ്റെ ഹൃദയംഗമായി നന്ദി പറയുന്നു. മറ്റൊന്ന് പഠനകേന്ദ്രമാണ് എൻ്റെ ഇപ്പൊ അതാ ഞങ്ങളിപ്പോ ഭയങ്കര ഇതിലാണ്, അംഗം പോലെ ആയിട്ടുണ്ട്. അപ്പൊ അവരോടും ഞാൻ നന്ദി പറയുന്നു. നിർത്തുന്നു. താങ്ക്സ്.